ആ സ്റ്റെപ്പ് തേർഡ് ഫ്ലോറിലാണെന്നാണ് ഞങ്ങൾ കേട്ടിരുന്ന. അതിന് ചീത്ത കേട്ട് എന്റെ പൊന്നു പറയട്ടെ പറഞ്ഞു കയറി. അത് 3 4 ഇവർ പറഞ്ഞ ഫുഡ് ഒട്ടും കൊള്ളത്തില്ല. ഫുഡിന് ഇഷ്യൂ വന്നു. അതിപ്പോ എല്ലാ ഹോട്ടൽസിലാണെങ്കിൽ നടക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് 20ഓളം കുട്ടികൾക്കാണ് ആദ്യഘട്ടം. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വൈകിട്ട് രാത്രി വന്നൊരു ന്യൂസാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ NCC ക്യാമ്പിൽ നടന്നൊരു സംഭവമാണ്. 5 ആൾക്കാരെ കൊന്ന സാബ്. ഇപ്പോൾ 72 മക്കൾ ഹോസ്പിറ്റലിലാണ്. എന്താണ് സംഭവം? നമ്മളെ കുരുന്നു മക്കൾക്ക് ജീവൻ്റെ വില ഇത്രയേ ഉള്ളൂ. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അധ്യാപകരും ഈ ക്യാമ്പിന് കൊണ്ടുപോകുന്ന അധ്യാപകരൊക്കെയാണ് അല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പീഡനവും കാര്യങ്ങളും നടന്നാൽ എന്താകാൻ സംഭവം എന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ കൺമുന്നിൽ നിന്നാണ് മക്കളെ ക്യാമ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ മോളും കഴിഞ്ഞ വർഷം വരെ ക്യാമ്പിന് പോയിട്ടുണ്ട്. NCCയിൽ കേണറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താ പറയുക, ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരെ എടുത്താണോ നമ്മളെ മക്കളെ ഏൽപ്പിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. കാരണം 72 മക്കൾ ഇന്നലെ മുതൽ ഹോസ്പിറ്റലിലാണ്. അത്രയും വലിയൊരു ക്യാമ്പാണ് ഇന്നലെ നടന്നത്. അവിടെ പറഞ്ഞത് ആ മക്കൾ പറയണ തന്നെ കേട്ടു നോക്കി. ആ മക്കൾ പറയുന്നുണ്ട് 5 പേരെ കൊന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ എന്തോ വെള്ളം കുടിക്കാൻ കൊടുത്തതിന് ശേഷം അവർക്ക് സൗണ്ട് ഇല്ല, ഇവിടെ തന്നെ തങ്ങി നിൽക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഫുഡ് പോയ്സൺ ആണോ എന്താണോ എന്ന് സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രേ കാര്യമുള്ളൂ. നമ്മളെ മക്കളെ ജീവൻ്റെ വില ഇത്രയേ ഉള്ളൂ. ഇത്ര വിലയുള്ളൂ നമ്മളെ മക്കൾക്ക് ജീവൻ്റെ വിലക്ക് കൽപ്പിക്കുന്നത് ഇവർ. അത് ഇത്രയും ക്രൂരനായിട്ടുള്ള ആൾക്കാരെടുത്താണോ നമ്മളെ മക്കളെ ഏൽപ്പിച്ചത്? അപ്പോൾ ഈ മക്കൾ തന്നെ പറയുന്ന വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിട്ടോ. അല്ല, കുറച്ച് കുട്ടികൾ ഭയങ്കര വിഷമിച്ചപ്പോൾ അവരുടെ പേരൻസ് വന്നിട്ട് പോയിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ നന്നായിട്ട് ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക കേട്ടോ. അവരൊന്ന് കരഞ്ഞോണ്ട് അവിടെ ഈ ഭാഗത്തുള്ളയാണോ? ഞങ്ങളിവിടെ ഈ സൗണ്ട് കേട്ടിട്ടൊക്കെ വന്ന മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാനാണ് മുമ്പ് ഇതിൻ്റെ കാര്യങ്ങൾ പറയും. സൗണ്ട് കേട്ടിട്ട് ബഹളം കേട്ട് വന്നതാണ്. പക്ഷെ ഇപ്പോൾ പുറത്ത് പോകുന്ന ഓരോ കുട്ടികൾ പറയുന്നത് കൊച്ചു കുട്ടികൾ ഇവരെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും ശ്രുതി, അതായത് നമ്മൾ തന്നെ കണ്ടതാണ്. കുട്ടികൾ വ്യക്തമാക്കുന്നത് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, മറ്റ് ഈ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സമീപനവും ഇത്തരത്തിൽ NCC ക്യാമ്പിൽ നിന്നും ഉണ്ടായി എന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾ എന്താ ഉണ്ടായത്? നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലും അടിച്ചത്? ഇതിനാണ് എന്താ പറഞ്ഞത്? അതൊന്നും ഇവിടെ പ്രാണിക്കണ്ടേ, ആ പ്രാണിയെ തട്ടിയല്ല ഇവർ വന്നിട്ട് മുഖത്തിൽ 2 അടിച്ചെന്റെ. നമുക്കൊന്നും പറയാൻ പറ്റൂല. നമുക്ക് പേടി അവരെ കാണും, കത്തിയൊക്കെ ഉണ്ട് അവരെ കയ്യില്. പിന്നെ 5 ക്യാരറ്റിനെ കൊന്നിട്ടുണ്ടെന്നാണ് ഒരു സാബ് നമ്മളോട് നിങ്ങളെ കന്നല്ല നമുക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. പരേഡ് ചെയ്തോണ്ടിരിക്കും മനങ്ങിയാ പറയും 5 പേരെ ഒരു കത്തിയുള്ള സാബുണ്ട്, അയാൾ 5 പേരെ കൊന്നിട്ടുണ്ടെന്ന് പറയും. വേറെ ഒരു തന്നെ പരേഡ് ചെയ്തുമ്പോ ഒരു തള്ളി അവൻ തല അടിച്ച് താഴ്ത്തേക്കൂണ്. ഏത് ക്ലാസ്സിൽ പഠിക്കും? 9. സൗണ്ടിന് എന്താ സൗണ്ട് ഇല്ല, എന്താ വെള്ളം ഒന്നും പോലും അറിയാൻ പാടില്ല. ആ വെള്ളത്തിന്റെ അടിയിൽ ഇപ്പോഴും പോയിട്ടില്ല. ഇവിടെ തന്നെ നിൽക്കണ ആ വെള്ളത്തിന്റെ ചോവ ഇതുവരെ പോയിട്ടില്ല. സാധാരണ പച്ചവെള്ളമായില്ല, ചൂടുവെള്ളം. എന്ത് കെമിക്കലാ ചേർത്ത്? കുറച്ചേരം വെക്കുമ്പോ തന്നെ ചീത്താവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ട് 600 പേരുള്ള കോളേജിലാണ്. 32 പേര് വന്നതിൽ 11 പേരാണ് ഇപ്പൊ മെഡിക്കലായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കണത്. പറയണല്ല. അതായത് വീട്ടിലോ ആരോടെങ്കിലും പരാതിപ്പെട്ടോ? നിങ്ങളുടെ അധ്യാപകരൊന്നും ഈ കോളേജിൽ ഇല്ല, ഫോണെല്ലാം അടുത്ത് വെച്ച് ഇവര് അധ്യാപകരൊന്നും ഇല്ല. എത്ര ദിവസം നിങ്ങൾ ഈ ക്യാമ്പിൽ? 5-ാം ദിവസം തൊട്ട് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാൻ? ആദ്യ ദിവസം ഒന്നുമില്ല, രണ്ടാമത്തെ ദിവസം നല്ല പണിയാണ്. എന്താ ചെയ്യിപ്പിച്ചത്? പൊക്കത്തുള്ള ഒരു പണിഷ്മെന്റ്. ആൺകുട്ടികളുണ്ട്. എന്താണ് നിങ്ങളുടെ പരാതി? അതെ, ഫുഡില് നമ്മ വീട്ടിൽ നിന്ന് ഓരോ ഫുഡൊക്കെ മേടിച്ചിട്ട് കത്തിച്ചളഞ്ഞ് എന്നിട്ട് ഇവരോടെ നമ്മ മേടിച്ചാൽ ഫുഡ് പോയിസൺ സത്യം പറയാം. അയാൾക്ക് എല്ലാ സാബുകാരുടെ മുമ്പിൽ തെളിഞ്ഞു നടക്കണം. അയാൾ ഫസ്റ്റാന്നുള്ള വിചാരം വേണം. പുറത്തേക്ക് ഇറക്കും ഒച്ചത്തി പറയാൻ വേണ്ടി. നിങ്ങളുടെ കോളേജ്, നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നും ആരും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അവരെ സീനിയറാ. അപ്പൊ ഇത്രയും വലിയ ഇഷ്യൂ നടക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഇവര് പറയുന്നു ഇവരെ ഇടിച്ചെന്ന്. ഇവരെക്കാട്ട് സീനിയറായി ഞങ്ങളെ ഈ സാബുമാരൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു പണിഷ്മെന്റ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവര് 3rd ഫ്ലോറിൽ ബാത്റൂം പൊട്ടിച്ച് 1 പറയട്ടെ 2 പെണ്ണിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി കൈ മുറിച്ച്
3 മിണ്ടല്ലേ നിങ്ങളെ 3 ഇവര് JD പിള്ളേർ അതോ സീനിയേഴ്സ് നമ്മൾ നോക്കണം. കാരണം മൂത്ത രീതിയിൽ. അപ്പോൾ ഇവരോട് ഞങ്ങൾ പറയും ഓർഡർ ചെയ്ത് പറയും. ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫുഡ് കഴിക്കാനാണെങ്കിൽ ഓർഡർ ചെയ്ത് പറയും. ഇവരൊന്നും കേൾക്കാറില്ല. ആ സ്റ്റെപ്പ് ബാത്റൂം ആരെ തല്ലി തേർഡ് ഫ്ലോറിലാണെന്നാണ് ഞങ്ങൾ കേട്ടിരുന്ന. അതിന് ചീത്ത കേട്ട് എന്റെ പൊന്നു ബ്രോ പറയട്ടെ പറഞ്ഞു കയറി. അത് 3 4 ഇവർ പറഞ്ഞ ഫുഡ് ഒട്ടും കൊള്ളത്തില്ല. ഫുഡിന് ഇഷ്യൂ വന്നു. അതിപ്പോ എല്ലാ ഹോട്ടൽസിലാണെങ്കിൽ നടക്കും ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെ ക്യാമ്പിനും കാര്യങ്ങൾക്കും പറഞ്ഞു വിടുമ്പോൾ രക്ഷിതാക്കൾ അവരാദ്യം ഉറപ്പ് വരുത്തുക നമ്മളെ മക്കൾ സേഫ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ലോങ് സ്ഥലത്ത് എവിടേക്കാണ് പോയിക്കണമെന്നും നമ്മളറിയില്ല, എവിടുത്തെ മക്കളാണെന്നും അറിയില്ല. പല രാജ്യത്തുള്ള സ്ഥലത്തിൽ NCC ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ക്യാമ്പിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ സേഫ് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കുക. ഇപ്പോൾ ആ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയ സാറുമാർ, എത്രയോ സാറുമാർ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരൊന്നും ഇത് കാണില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കുട്ടികളുടെ അടുത്ത് സാറുമാരില്ല, ഈ കുട്ടികൾ പറയുന്ന വാക്കുകളാണ്. അവരൊന്ന് കൊന്നു തരണം പറ്റുമോ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ അവർ കൊന്നു തരണം പറ്റുമോ നിങ്ങൾക്ക്. അത്ര അവരെ പീഡിപ്പിച്ചതിന് ശേഷമല്ല, അത്രയും ഉപദ്രവിച്ചിട്ടല്ല അവർ ഈ മക്കൾ ഇത്രയും പറയണത്. അപ്പോൾ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ, നമ്മളെ മക്കളെ ജീവൻ്റെ വില നമ്മൾ തന്നെ സേഫ് ആക്കുക. ഏത് ക്യാമ്പിനാണെന്നുണ്ടെങ്കിൽ ഏത് ടൂറിനാണെന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ സേഫ് ഉള്ള സ്ഥലത്തേക്ക് മാത്രം പറഞ്ഞു വിടാൻ ശ്രമിക്കുക. അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.